ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇലക്കറികളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ചായമൻസ എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് ചായമൻസ. ഇത് ബഹുവർഷിയായിട്ട് വളരുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് ചായമൻസ എന്നും ചയ എന്നും മായൻ ചീര എന്നും ഒക്കെ പേരുണ്ട് കേട്ടോ. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഇലകൾ പപ്പായയുടെ ഇല പോലെ തന്നെയാണുള്ളത്. തണ്ട് ഭയങ്കര മാംസളമാണ്. പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം പോലെ, അതുപോലെ ഒരു എന്താ പറയുക, അത്രയും സോഫ്റ്റാണ്. അത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് പാല് പോലുള്ള ഒരു വെളുത്ത കറ വരും. അതിനുണ്ട്. 6 മീറ്റർ ഉയരത്തിൽ വരെ ഈ ഒരു ചെടി വളരും കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു 1.5-2 മീറ്റർ ഉയരം വരെ അത് നിർത്തുള്ളൂ. ആ ഒരു ഉയരത്തിൽ വെച്ചിട്ട് വെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇലകളിൽ ഉയർന്ന അളവിൽ സയനൈഡ് എന്ന് പറഞ്ഞൊരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്ത് പാകം ചെയ്യാതെ കഴിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ഇത് കുക്ക് ചെയ്യണം, അല്ലാതെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിഷാംശം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മെക്സിക്കോ ജന്മദേശം എന്നറിയപ്പെടുന്നതുകൊണ്ട് തന്നെ മെക്സിക്കോയിലും മറ്റു മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് ചീരയ്ക്ക് സമം തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, അധികം കീടശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണിത്. ഒരു വർഷത്തിൽ എന്നല്ല, സ്ഥിരമായിട്ട് തന്നെ ഇതിന് നമുക്ക് വിളവ് ലഭിക്കും. വലിയ മഴയും അതുപോലെ വളർച്ചയും ഒക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഈ ഒരു ചെടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിക്ക് തീരെ കായകൾ ഉണ്ടാവില്ല, കായ തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തണ്ടുകൾ മുറിച്ചിട്ടാണ് അത് വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത്. 1 അടി വരെ നീളത്തിലുള്ള കമ്പുകൾ മുറിച്ചിട്ടാണ് നടുന്നത്. തുടക്കത്തിൽ വളർച്ച വളരെ പതുക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് വർഷം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വിളവ് കിട്ടൂല, എടുക്കാൻ പറ്റൂല. പിന്നെ അടുത്തടുത്ത വർഷങ്ങളിൽ തുടർച്ചയായിട്ട് നമുക്കിതിൻ്റെ വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാ ചീരയൊക്കെ വെക്കും പോലെ തന്നെ, മധുരച്ചീരയൊക്കെ ഇല്ല, വേലിച്ചീരയൊക്കെ അതൊക്കെ വെക്കും പോലെ തന്നെ നന്നായിട്ട് ഈ ഇല തണ്ട് അതിൻ്റെ അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് ഇല നന്നായിട്ട് അരിഞ്ഞെടുത്ത് സാധാരണ ചീര തോരൻ വെക്കും പോലെ തന്നെ തേങ്ങയും പച്ചമുളകും ചെറിയ കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്ത് സാധാ തോരൻ വെക്കുന്ന പോലെ തോരൻ വെച്ച് കഴിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 മുതൽ 10-15 മിനിറ്റ് വരെയെങ്കിലും ഇത് കുക്ക് ചെയ്യണം. അത് നിർബന്ധമാണ്. അതിനുള്ള ആ ഒരു കട്ടും കാര്യങ്ങളും വിഷാംശങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചീരയുടെ തൈകളോ തണ്ടോ ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നട്ട് വളർത്തി ഉണ്ടാക്കുക. വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൽ പിടിക്കും കേട്ടോ. വേഗം ഉണ്ടാവും. വെറുതെ ഇനിയിപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ തടത്തിലൊക്കെ വെറുതെ ഇട്ടിരുന്നാണ്, ചിലപ്പം വെട്ടിക്കളഞ്ഞിട്ടിരിക്കുന്നതാണെങ്കിലും അതും പെട്ടെന്ന് അങ്ങനെയും വളർന്നുണ്ടാവും. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു ചീരയാണ്. മറ്റേതൊരു ഇലക്കറികളിലും ഉള്ളതിനേക്കാൾ പോഷകങ്ങൾ ഈ ഒരു ചീരയിലുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഷുഗർ കുറയാനും അതുപോലെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തൈയോ തണ്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.